അതുകൊണ്ട് ഷഹറെ മുബാറക് എന്നുള്ള പേര് മാറ്റി. ഞാൻ ചോദിക്കട്ടെ, കോലാഹലമുണ്ടാക്കി നാടും നഗരവും ഉണർത്തി ഷഹറെ മുബാറക് എന്ന് എഴുതി വെച്ച ആളുകൾ തറക്കല്ലിട്ടപ്പോൾ എന്തേ പേര് മാറ്റി? മറുപടി പറ. ഞാൻ മുസൈലിമത്തുൽ കദ്ദാബിന്റെ ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ട്. മുസൈലിമത്തുൽ കദ്ദാബ് പ്രവാചകനാണെന്ന് വാദിച്ചപ്പോൾ ഒരു സംഘം ആളുകൾ അവന്റെ പിന്നാലെ കൂടി. താരീഖിന്റെ കിതാബിലുണ്ട്. പക്ഷേ ആ മുസൈലിമ നബിയാണെന്ന് വാദിക്കാൻ അവരെ നാട്ടുകാരെ മുന്നോട്ട് വരുമ്പോഴും പിരിവ് തുടങ്ങിയിട്ടില്ല. എല്ലാവരും മനസ്സ് വെച്ച് അങ്ങോട്ട് ഇറങ്ങിയാൽ വലിയൊരു സംഖ്യ ഉണ്ടാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഒന്ന് മനസ്സിരുത്തി കൊടുക്കുക. ഇതുപോലത്തെ സന്ദർഭത്തിൽ ഉണ്ടാക്കുന്ന പരിപാടി അതാണ് ഇതിന്റെ പ്രത്യേകത. സാന്ദർഭികമായി എന്നുള്ളതാണ്. നമ്മൾ ആരും കുറ്റം പറയാൻ വേണ്ടി ആക്ഷേപിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതല്ല, മറിച്ചോ ഈ വസ്തുത തലമുറ എന്ന് മനസ്സിലാക്കണം. ഞാൻ ഈ പറഞ്ഞ കാര്യം, ഇവർ കള്ളത്തരത്തിൽ പടുത്തുയർത്തപ്പെട്ടവരാണെന്ന് തെളിയാന്നാ പറഞ്ഞ വേറെ. ചുരുക്കത്തിൽ മുസ്ലിമത്തുൽ കദ്ദാബിന്റെ പിന്നാലെ ആൾക്കാരൊക്കെ കൂടിയപ്പോ ഇതുപോലെ ബുദ്ധി മരവിക്കാത്ത ഒരാള് ഒരു കുട്ടി ചെന്നിട്ട് ആ സമൂഹത്തിൽ ഒരു കാരനോട് ചോദിച്ച ചോദ്യമുണ്ട്, നമ്മളെ മുസൈലിമ നബിയാന്നൊക്കെ പറഞ്ഞാൽ എത്രത്തോളം വിശ്വസിക്കാന്ന് ചോദിച്ചു. ഈ കാരണം ഒരു ഓപ്പണായിട്ട് ഈ കുട്ടിയോട് സ്വകാര്യമായിട്ട് വിളിച്ചിട്ട് വന്ന, മോനെ വല്ലാഹി അന്ന മുഹമ്മദ് അല്ല സ്വാദിഖുൻ, മുഹമ്മദ് നബി സത്യവാൻ തന്നെയാണ്, അന്ന മുസൈലിമത്തുൽ കദ്ദാബ്, മുസൈലിമ കള്ളനുമാണെന്ന് ഉറപ്പാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഈ കുട്ടി ചോദിച്ചു, പിന്നെന്തിനാ ഓൻ നബിയാന്ന് നമ്മൾ നടക്കണത്? എന്റെ ആവശ്യം എന്താ? സത്യം നിങ്ങൾക്ക് അറിയാം, മുടി കള്ളത്തരത്തിലെ മുടിയാന്ന് അറിയാം, പിന്നെന്തിനാ എന്റെ പിന്നാലെ നടക്കണത്? അതിന് ഇയാൾ പറഞ്ഞ മറുപടി എന്താ അറിയാം? മോനെ വലാക്കിന്റെ കദ്ദാബ് റബിയത്ത് അഹബ്ബു ഇലൈനാ മിൻ സ്വാദിഖി മുദർ ഗോത്രത്തിൽ ഒരു സത്യപ്രവാചകൻ ഉണ്ടാവുന്നതിനേക്കാൾ നമ്മളെ ഗോത്രത്തിൽ കള്ളനായിട്ടെങ്കിലും ഒരു നബി ഉണ്ടാവലല്ലടാ നല്ലത് എന്ന് ചോദിച്ചു. അതൊരു രോഗമാണ്. ആ രോഗത്തിന് ചികിത്സയില്ല. സ്വന്തം പക്ഷത്തെ വെറുതെ ന്യായീകരിക്കുക, സ്വന്തം പക്ഷത്തെ ന്യായീകരിക്കുന്ന ഈ പ്രവർത്തനം ഇത് വ്യാപകമായപ്പോൾ UC അബു എന്ന് പറയുന്ന ഒരാൾ കോടതി പോയി. UC അബു കോടതി പോയിട്ട് പറഞ്ഞെന്താ അറിയോ? UC അബു കോടതി പോയിട്ട് പറഞ്ഞത് ഇപ്പൊ ഇവർ പ്രചരിപ്പിക്കുന്ന എന്താ അറിയോ? കോടതിയിൽ പോയിട്ട് ആവശ്യപ്പെട്ടത് പള്ളി നിർമ്മിക്കാൻ പാടില്ല എന്നാണ്. കർണാടകയിൽ പ്രസംഗിച്ചു. BJP പള്ളി നിർമ്മിക്കണ്ടെന്ന് പറഞ്ഞിട്ടില്ല, RSS പള്ളി നിർമ്മിക്കണ്ടെന്ന് പറഞ്ഞിട്ടില്ല, വിദേശത്തുകാർ പള്ളി നിർമ്മിക്കുന്നതിന് തടസ്സം തരില്ല, SKSFും കുറച്ച് ആൾക്കാരുമാണ്. കർണാടകയിൽ പ്രസംഗിച്ചു. ഞാൻ ആ പ്രസംഗത്തിന്റെ കാസറ്റ് മനോഹരമായി പ്രവർത്തകർ എന്നെ കേൾപ്പിച്ചു. ഉപ്പിയങ്ങാടിയിലാണ് പ്രസംഗിച്ചതൊന്ന്. ആ പ്രസംഗത്തിൽ അവർ പറഞ്ഞു, പള്ളി ഉണ്ടാക്കുന്ന കാര്യത്തിൽ തടസ്സം നിൽക്കുന്നത് SKSFുകാരാണ്, ആരും തടസ്സം നിന്നിട്ടില്ല. ഈ കേസ് കൊടുത്ത ആള് നമ്മളറിയില്ല, അയാൾ സ്വന്തമായി താല്പര്യത്തിൽ കേസ് കൊടുത്താണ് UC അബു. നമ്മളല്ല അയാളെ കോടതിക്ക് പറഞ്ഞയച്ചത്. അയാൾ കോടതിയിൽ പോയി പറഞ്ഞ കാര്യം എന്താ നോക്ക്, നിങ്ങൾ ഒറ്റ കാര്യം പറഞ്ഞോളൂ. ഇതിന്റെ രേഖയിൽ പറയുന്നു, ദ പെറ്റീഷണർ സബ്മിറ്റ് ദാറ്റ് he has no objection in constructing mosque or any other building. ഒരു മോസ്ക്, ഒരു പള്ളിയോ മറ്റു കെട്ടിടമോ നിർമ്മിക്കുന്നതിന് അദ്ദേഹത്തിന് യാതൊരു ഒബ്ജക്ഷനും ഇല്ല, ഒരു എതിർപ്പ് ഇയാൾക്കില്ല. പറയണം, ഈ രേഖയിലുണ്ട്. എന്നിട്ട് എന്തിനായി വേണ്ടാത്ത പറയുന്നത്? ഇവര് പള്ളി 40 കോടിയുടേതോ 400 കോടിയുടേതോ നിർമ്മിക്കുന്നതിന് ആർക്കും എതിർപ്പില്ല. ഒറ്റ കാര്യം പറഞ്ഞോളൂ, ഹിസ് ബാൾഡ് ക്ലെയിം ഈസ് നോട്ട് അറ്റ് ആൾ സഫിഷ്യന്റ് ടു attribute holiness to the hair in his possession. തന്റെ കൈവശമുള്ള മുടി ഹോളി ഹെയർ അഥവാ വിശുദ്ധ കേശമാണ് എന്ന് തെളിയിക്കാൻ അയാളെ വാദം പോരാ. അത് തെളിയിച്ച ശേഷമേ പിരിവെടുക്കാവൂ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതേ പറഞ്ഞിട്ടുള്ളൂ. സ്വന്തം കയ്യിലുള്ള സാധനം വിശുദ്ധ കേശമാണ് എന്ന് തെളിയിച്ചിട്ട് പിരിവെടുക്കാം, അല്ലാതെ പിരിവെടുക്കാൻ സമ്മതിക്കരുത്. അപ്പോൾ ഇയാൾ ചെയ്ത പണി എന്താ? ഇയാൾ ചെയ്ത പണി സ്വാഭാവികമായും കോടതി ചോദിച്ചു ഗവൺമെന്റിനോട്, നിങ്ങൾ എന്താ ജനങ്ങളെ ഇങ്ങനെ ചൂഷണം ചെയ്യുന്ന ഒരു വിഷയം വന്നപ്പോ ആ ചൂഷണത്തിന് നിങ്ങൾ എന്തുകൊണ്ട് വകവെച്ച് കൊടുക്കുന്നു എന്ന് ചോദിച്ചു. ഗവൺമെന്റ് ആഭ്യന്തര വകുപ്പിനെ ചുമതലപ്പെടുത്തി. ആഭ്യന്തര വകുപ്പ് കോഴിക്കോട്ടെ ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തി. അസിസ്റ്റന്റ് കമ്മീഷണർ, കോഴിക്കോട്ടെ അസിസ്റ്റന്റ് കമ്മീഷണറെ ഈ വിഷയത്തിൽ ചുമതലപ്പെടുത്തി. അസിസ്റ്റന്റ് കമ്മീഷണർ ഇത് സംബന്ധമായ റിപ്പോർട്ട് കൊടുത്തു. നിങ്ങൾ നോക്ക്, കോഴിക്കോട്ടെ അസിസ്റ്റന്റ് കമ്മീഷണർ കൊടുത്ത റിപ്പോർട്ട്, സ്പെഷ്യൽ ബ്രാഞ്ച് കോഴിക്കോട് അസിസ്റ്റന്റ് കമ്മീഷണർ കൊടുത്ത റിപ്പോർട്ട് എന്താ? അയാൾ കൊടുത്ത റിപ്പോർട്ട് ഇയാൾ കോടതിയിൽ പറയുന്നു, ഇറ്റ് ഈസ് റെസ്പെക്ട്ഫുള്ളി സബ്മിറ്റഡ് ദാറ്റ്. ഇതിലിങ്ങനെ പറഞ്ഞു വന്നിട്ട് പറയാണ്, വിശദമായി പറയുന്നു, there is no material evidence to investigational method by which the same can be proven. ഇത് പ്രവാചക കേശമാണെന്ന് തെളിയിക്കാൻ ഒരു മെറ്റീരിയൽ പരിശോധനക്കും യാതൊരു സംവിധാനവും ഇവിടെ ഇല്ല. ഇത് പരിശോധിച്ച് തെളിയിക്കാൻ സംവിധാനമില്ല. എന്നിട്ട് പറയുന്നു, അഥവാ ഇതിൽ ഇടപെട്ടിട്ടുണ്ടെങ്കിലോ, ഇടപെട്ട് കഴിഞ്ഞാൽ ഇവിടെ ലോ ആൻഡ് ഓർഡർ ഔട്ട് ബ്രേക്ക് ഉണ്ടാവും അയാൾ പറയുന്നത്. ലോ ആൻഡ് ഓർഡർ ഔട്ട് ബ്രേക്ക്, വമ്പിച്ച പ്രശ്നം ഉണ്ടാവും. എന്നിട്ട് അയാൾ എഴുതി കൊടുത്ത വാചകത്തിൽ ഒരു വാചകം ഞാൻ വായിക്കാം, ഒറ്റ വാചകം. ഇറ്റ് ഈസ് ആൾസോ സബ്മിറ്റഡ് ദാറ്റ് നോ ഡയറക്റ്റ് കളക്ഷൻ ഓഫ് ഫണ്ട്സ് ആർ നോട്ടിഫൈഡ് ഇൻ ദ കോഴിക്കോട് സിറ്റി ഇൻ ദിസ് റിഗാർഡ്. ഈ മുടിപ്പള്ളിയുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് സിറ്റിയിൽ നേരിട്ട് ഒരു പിരിവ് നടന്നിട്ടില്ല. പിരിവേ നടന്നിട്ടുള്ളൂ.
ഒരു പിരിവ് നടന്നിട്ടില്ല എന്ന് വളരെ വ്യക്തമായി കോടതി റിപ്പോർട്ട് കൊടുക്കാണ്. ഒരു ക്ലീൻ ഇമേജ് ഉണ്ട് എന്ന് പറയപ്പെടുന്ന കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഇത് അപമാനമല്ലേ? ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ സ്വാധീനിച്ചുകൊണ്ട് ഗവൺമെന്റ് UDF-ൽ പോലും ചർച്ച ചെയ്യാതെ പ്രമാദമായ കേരളത്തിലെ ചൂഷണ വിഷയത്തെക്കുറിച്ച് ഇങ്ങനെ കോടതി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ചെയ്യാൻ പാടുണ്ടോ? ഇത് ഏറ്റവും വലിയ തെറ്റല്ലേ? ഇതിന് പ്രേരിപ്പിക്കുന്ന നമ്മുടെ ജില്ലയിലെ തന്നെ ചില ഇയാളെ താങ്ങിക്കൊണ്ട് നിൽക്കുന്ന ചില രാഷ്ട്രീയക്കാരുണ്ട്. നമുക്കറിയാം, മതവുമായൊരു ബന്ധമില്ലാതെ പ്രവർത്തിക്കുന്ന ആൾക്കാർ. നിലമ്പൂർ കേന്ദ്രീകരിച്ചുള്ള രാഷ്ട്രീയ നേതാവ്, അതിന്റെ പിന്നിൽ വലിയ സ്വാധീനം. ആരാണെങ്കിലും ശരി തമ്മാടിത്തം അനുവദിച്ചു കൊടുക്കാൻ പറ്റുമോ? UDF-ന് വരെ ചീത്ത പേരല്ലേ ഇത് കേവലം സമത്വ മുസ്ലിം ലീഗ് ചേരിതിരിവാക്കി ചിത്രീകരിച്ച ചില പത്രങ്ങളുണ്ട്. അവർക്ക് നിരാശരാവേണ്ടി വരും. ഈ കേശം വെച്ച് കാശുണ്ടാക്കി ജനസമൂഹത്തെ വഞ്ചിക്കുന്ന പ്രവർത്തനം പരസ്യമായി നാട് മുഴുവൻ പിരിവ് നടത്തി പാണക്കാട്ട് വരെ പിരിവെടുത്തിട്ട് സ്വപ്നനഗരിയിൽ പരസ്യമായി പിരിവെടുത്ത കേസറ്റ് ഉണ്ടായിട്ട് നമ്മുടെ കോടതിയിൽ ചെന്നിട്ട് ആഭ്യന്തര വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ഒരു പിരിവ് നടന്നിട്ടില്ല എന്ന് എഴുതി കൊടുക്കേ. അത് ഈ ആഭ്യന്തര വകുപ്പിനും ഗവൺമെന്റിനും തന്നെ നാണക്കേടല്ലേ? അതുകൊണ്ട് തന്നെയാണ് ഈ അഫിഡവിറ്റ് തിരുത്തിക്കാൻ ആവശ്യമായത് മുഴുവൻ പ്രസ്ഥാനം ചെയ്യുന്നുറപ്പല്ലേ? സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മുമ്പിലുണ്ടാവും. എന്താ തർക്കമുള്ളത്? അത് രാഷ്ട്രീയ ചെരിതിരിവായാലും തെറ്റിദ്ധരിക്കണ്ട. ഇയാളെ താങ്ങി നിൽക്കുന്ന ചില കേവല രാഷ്ട്രീയ പ്രവർത്തകരുണ്ട്. അവർക്ക് സമസ്ത കേരള ജമിയത്തുൽ ഉലമയും അതിന്റെ വലുപ്പം എത്രത്തോളം ഉണ്ട് എന്ന് കാലം ബോധ്യപ്പെടുത്തി കൊടുക്കുക തന്നെ ചെയ്യും. ഉറപ്പല്ലേ? ആ രീതിയിലാണ് നമ്മളിത് കൈകാര്യം ചെയ്യേണ്ടത്. കേവല വൈകാരികത സൃഷ്ടിക്കാനല്ല നമ്മൾ ശ്രമിക്കേണ്ടത്. അത് വേറെ ചില ആളുകൾ മുതലെടുക്കുക. അവിടെ ചില പത്രങ്ങൾ ഭിന്നിപ്പുണ്ടാക്കാൻ, മഹല്ലത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്ന ആൾക്കാർ. ഇയാൾ എന്നും ഈ കുഴപ്പത്തിന്റെ മുമ്പിൽ നിന്നിട്ടുള്ളൂ. പിരിവ് നടത്തുക, സമൂഹത്തിൽ വിവാദം ഉണ്ടാക്കുക, ഇബ്ലീസ് തേൻ തോണ്ടിയതുപോലെ കുഴപ്പമുണ്ടാക്കി ഇയാളിന് മാറിക്കുക, മൂപ്പരേന്റെ അടി കൂടെ രക്ഷപ്പെടുക. അത് നമ്മൾ ശ്രദ്ധിക്കണ്ടോ? എവിടെ അങ്ങനെ തന്നെ. മുസ്ലിം സമൂഹം പ്രതിസന്ധിയിൽ നിന്ന സമയത്തൊക്കെ ഇയാൾ ഈ സമൂഹത്തെ വിറ്റ് കാശാക്കിയിട്ടില്ല. കണ്ണിത്തിന് വിറ്റ് കാശാക്കിയ പോലെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? കോഴിക്കോട് ഗാനന്തൂർ മർക്കസിൽ ബാബരി മസ്ജിദ് പൊളിഞ്ഞതിന്റെ ശേഷം ഏറ്റവും വലിയൊരു സമ്മേളനം നടത്തി. എന്താ സമ്മേളനത്തിന്റെ ലക്ഷ്യം? ഡൽഹിയിൽ വെച്ച് നടത്തിയ ഉപജാപത്തിന്റെ ഭാഗമാണ്. കോൺഗ്രസിന്റെ നേതാവ് SP ചവാനെ കൊണ്ടുവന്നു. ചവാനെ കൊണ്ടുവന്ന് സ്വീകരിച്ച് ചവാനും ഗുലാം നബി ആസാദും അടക്കം വന്നു. അന്ന് ബാബരി പള്ളി പൊളിഞ്ഞ പശ്ചാത്തലത്തിൽ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയോട്, ആ പാർട്ടിക്കാരനെ തെറ്റിദ്ധരിക്കരുത്, അത് അന്നത്തെ സന്ദർഭം അറിയാം, ആ രാഷ്ട്രീയ പാർട്ടിയോട് ഇന്ത്യയിലെ മൊത്തം മുസ്ലിങ്ങൾക്ക്, പ്രത്യേകം നോർത്ത് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക്, ഈ ദക്ഷിണേന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് പിന്നെ മുസ്ലിം ലീഗിന്റെ സ്വാധീനവും ആ സമാധാന പ്രവർത്തനവും ഇവിടുത്തെ കോൺഗ്രസിന്റെ സ്വഭാവമൊക്കെ സ്വാഭാവികമായും ഒരു വിദ്വേഷം ഒരു പാർട്ടിയോട് എന്നുള്ള രീതിയിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല. ഒരു പരിധി വരെ ഉണ്ടായിട്ടുള്ളൂ. നേരത്തെ നോർത്ത് ഇന്ത്യ അങ്ങനല്ല. നോർത്ത് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ വൈകാരിക സ്വഭാവമുള്ള ആൾക്കാരാണ്. അവർ കോൺഗ്രസിൽ നിന്ന് പാടേ അകന്നു. നോർത്ത് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ മുഴുവൻ കോൺഗ്രസ് അകന്നു. ഞാൻ ഈ പറഞ്ഞ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. ശ്രദ്ധിക്കണം നിങ്ങൾ. ബാബരി പള്ളി പൊളിഞ്ഞപ്പോൾ നരസിംഹറാവുവിന്റെ സ്വഭാവപ്രകാരം അയാളുടെ പ്രവർത്തനത്തെ വിമർശിച്ചുകൊണ്ട് ഉത്തരേന്ത്യയിൽ മുഴുവൻ പ്രസംഗം, കോൺഗ്രസിനെ താഴെയിറക്കാനുള്ള ശ്രമം, കോൺഗ്രസ് മാനം കെട്ടി നിൽക്കുന്ന സമയം. ആ സമയത്താണ് ഗുലാം നബി ആസാദിനെ കൊണ്ടുവരുന്നത്. തൊട്ടടുത്ത ഇലക്ഷൻ വന്നു. ആ ഇലക്ഷൻ വന്നപ്പോൾ കോൺഗ്രസ് അത് വിറ്റ് കാശാക്കിയതാ. കണ്ടോ? കോൺഗ്രസ് ഡൽഹിയിൽ കോൺഗ്രസ് പ്രസിദ്ധീകരിച്ച സാധനം. ഇവിടെ കണ്ടിട്ടില്ല. ഡൽഹിയിൽ കോൺഗ്രസ് പ്രസിദ്ധീകരിച്ച സാധനം ഇതെന്താ അറിയോ? ഭാരതീയ മുസൽമാൻ അവർ കോൺഗ്രസ്. ഭാരതീയ മുസൽമാനും കോൺഗ്രസും തമ്മിലുള്ള ബന്ധം തെളിയിക്കാൻ ഈ പുസ്തകത്തിൽ കൊടുത്ത മുഴുവൻ ഫോട്ടോയും മുഴുവൻ റിപ്പോർട്ടും കാരന്തൂർ മാർക്കസത്തെ മാത്രം വേറൊരു സ്ഥാപനം കിട്ടൂല. കാരണം കൗമിനെ വിറ്റ് കാശാക്കാൻ വേറെ ആരും തയ്യാറാവൂല. ഇതിന്റെ പുറത്ത് തന്നെ ഉണ്ട്. നിങ്ങളിതാ കാലിക്കറ്റ് में ഷെയ്ഖ് അബൂബക്കർ ഖാദിരി के साथ അബൂബക്കർ ഖാദിരി എന്താ ഖാദിരിയായത്? അവിടെ മാർക്കറ്റ് ഇട്ടും ഖാദിരിക്ക് ആ സമയത്തിനനുസരിച്ച് പേര് മാറല്ലേ നോക്കിയിരിക്കുന്നു. ഷെയ്ഖ് അബൂബക്കർ ഖാദിരി കുറച്ച് കഴിയുമ്പോൾ ഷിസ്തിയാവും, ഷെയ്ഖാവും, വിറ്റ് കാശാക്ക്. എന്നിട്ട് ഇതിൽ കൊടുക്കുന്ന മുഴുവൻ നോക്കുക. അയാളെ കൂടെ ചവാനിരിക്കുന്ന മുഴുവൻ ഫോട്ടോ തന്നെ, മുഴുവൻ ഫോട്ടോ മാത്രമല്ല. കോൺഗ്രസ് പറയണ ഞാനാണ് പറഞ്ഞുതരാം. കോൺഗ്രസ് പറയാണ്, ശ്രദ്ധിച്ചോളൂ. കോൺഗ്രസ് തന്നെ പറയുന്നു, ശ്രദ്ധിച്ചോളൂ. ദക്ഷിൺ കെ ഇസ് ദൗരെ की एक विशेषता यही रही है. ദക്ഷിണേന്ത്യയിലെ ഈ പര്യടനത്തിന്റെ ഒരു പ്രത്യേകത എന്താ അറിയോ? कांग्रेस बाबरी मस्जिद कांड से उत्पन्न भ्रांतियों को दूर करने में कुछ हद तक सफल रही. കോൺഗ്രസ് ഈ ബാബരി മസ്ജിദിന്റെ തകർച്ചയിലുണ്ടായ ഒരു വിഭ്രാന്തി ഉണ്ടല്ലോ, അത് തീർക്കാൻ കുറെയൊക്കെ സഫലമായി. ക്യോंकि दक्षिण के मुसलमानों में बाबरी मस्जिद को लेकर काफी रोष है. ബാബരി പള്ളി പ്രശ്നത്തിന്റെ വിഷയത്തിൽ ദക്ഷിണേന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് വമ്പിച്ച രോഷം ഉണ്ടായിരുന്നു. ദക്ഷിണേന്ത്യയിലെ മൊത്തം ഉണ്ടായിരുന്നു. उसका प्रदर्शन वह केरल के पंचायती चुनाव में कर चुके हैं. കേരളത്തിലെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ അത് കാണുകയും ചെയ്തു. എന്താ ചെയ്തത്? जहां पर उन्होंने मुस्लिम लीग के समर्थन वाली मुस्लिम लीग അടക്കമുള്ള നല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് का सरकार को बुरी तरह हरा. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തി. അവർ വാമപന്ഥി മോർച്ചയെ को विजय किया. ഇടതുപക്ഷ മുന്നണിയെ വിജയിപ്പിച്ചു. അത് ആ ഒരു മുസൽമാന്റെ അവസ്ഥ മാറ്റാൻ
ദക്ഷിണേന്ത്യയിൽ ഈ സന്ദർശനം ഉപകരിച്ചു. ദക്ഷിണേന്ത്യയിൽ ആകെ സന്ദർശിച്ചത് ഈ ഒരു സ്ഥാപനമേ ഉള്ളൂ. ഇതിൽ കാണുന്ന മുഴുവൻ ഫോട്ടോ ഇയാളെ ഫോട്ടോ ആണ്. മനസ്സിലാക്കിയെന്നവരുണ്ടോ എന്ന് എനിക്കറിയില്ല. അതാണ് ഉണ്ട് കണ്ടോ. ആ സമ്മേളനം നടത്തിയത് മുഴുവൻ എന്തിനാ? കോൺഗ്രസിന് ഡൽഹിയിൽ ഇത് വിറ്റ് കാശാക്കി അത് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ടുവരുന്നാൽ അറിയില്ല. ഇത് ഡൽഹിയിൽ നമ്മളെ എംപിമാർ മുഖേന സംഘടിപ്പിച്ച സംഘം നോക്കണം നിങ്ങൾ. അപ്പൊ ഇതിലൊക്കെ പറയുന്നത് അബൂബക്കർ ഖാദിരി, ഷെയ്ഖ് അബൂബക്കർ ഖാദിരി. കാരണം ഖാദിരി ഇവിടുന്ന് ഖാദിരി എന്നുള്ള പേര് ആരെങ്കിലും കേട്ടിക്കണോ? ഈ ശിഷ്യന്മാർ ആരെങ്കിലും പഠിക്കും ഇയാളെ ഷെയ്ഖ് അബൂബക്കർ ഖാദിരി എന്നുള്ള പേര് കേട്ടിട്ടുണ്ടോ? ഡൽഹിയിൽ അതാ പേര്. എന്താ കാരണം? ഏത് സ്ഥലത്തേക്ക് എന്താണോ വേണ്ടത് അത് ഉപയോഗിക്കുക. അതാണ് സ്വഭാവം. ഇതൊക്കെ കുട്ടികളുടെ സ്വഭാവം. പണ്ട് ഇയാൾ ഗൾഫിൽ ചെന്നപ്പോൾ കുട്ടികൾ ഉറക്കെ പ്രസവിച്ചില്ലേ? ഗൾഫിൽ ഞങ്ങൾ ഷെയ്ഖിനെ ചെന്നാൽ ഷെയ്ഖ് അബൂബക്കർ എന്നാ വിളിക്കല്. അന്ന് നാട്ടിക മുസ്ലിം പറഞ്ഞു എം വി രാഘവൻ പോയപ്പോൾ ഷെയ്ഖ് രാഘവൻ എന്നാ വിളിച്ചത് എന്ന് പറഞ്ഞു. അതോടെ വിഷയം തീർന്നു. അത് അറബികൾ അങ്ങനെ വിളിക്കുക. അത് അവരെ പൊതുസ്വഭാവം അങ്ങനെയാണല്ലോ. അപ്പൊ ചുരുക്കത്തിൽ മൊത്തത്തിൽ സമൂഹത്തെ വിറ്റ് കാശാക്കുന്ന വിഷയത്തിൽ ഇയാൾ ഒന്നാം സ്ഥാനത്താണ്. ഒരു തർക്കമില്ല. ഇനി അവർക്ക് തന്നെ അവരുടെ അടി നോക്ക് നിങ്ങൾ. ഇത് അവരെ പ്രസിദ്ധീകരണം. പൂങ്കാവനം ഇത് വ്യക്തമായിട്ടുണ്ട്. പൂങ്കാവനം 2011 ഫെബ്രുവരി. ഈ പൂങ്കാവനത്തിൽ ഇവർ ശരിക്കൊരു ചരിത്രം പറയുന്നുണ്ട്. ഇതെന്താ പറയുന്നത്? ഞാൻ മുഴുവൻ വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഇത് വായിച്ചു നോക്കിയാൽ നിങ്ങൾ. ഇതിൽ പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടിയാണെങ്കിൽ അത് തീയിലിട്ടാൽ ഒരിക്കലും കരിഞ്ഞു പോകൂല എന്ന് എഴുതുന്ന പൂങ്കാവനം തന്നെയാണ്. കരിഞ്ഞു പോകൂല. അതിന് ധാരാളം തെളിവുകളുണ്ട്. ഇവരെന്നെ എഴുതി വെക്കുക. അത് തെളിയിച്ച ഒരു അനുഭവ കഥയും ഇതിൽ എഴുതിയിട്ടുണ്ട്. സുന്നി വോയിസിലും ഇതിന് സമാനമായ ഒരു കഥ വേറെ വന്നിട്ടുണ്ട്. സംഭവം ചരിത്രം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി തീയിലിട്ടതും കരിച്ചതും രക്ഷപ്പെട്ടതും. അത് കരിയുന്നില്ല എന്ന് ബോധ്യപ്പെട്ട സംഭവം. ആ മുടി തീയിലിട്ടാൽ കരിയുകയില്ല എന്ന് അവർ തന്നെ പത്രത്തിൽ എഴുതുക. എന്നിട്ട് കത്തിക്കാൻ തയ്യാറുണ്ടോ ചെറുശ്ശേരി ഉസ്താദ് ചോദിച്ചാൽ അത് വലിയ അബദ്ധമാവുക. ഇപ്പൊ ഹറമിൽ നിന്ന് മണ്ണ് നീക്കം ചെയ്തിരിക്കുന്നു. ഹറമിൽ നിന്ന് മണ്ണ് നീക്കം ചെയ്യുന്നതിനെ കുറിച്ച് പരിശുദ്ധ ദീന്റെ വിധി എന്താ? ഇരു ഹറമയിൽ നിന്ന് മണ്ണ് നീക്കം ചെയ്യാൻ പറ്റുമോ? ഹറാമല്ലേ? നീക്കം ചെയ്ത മണ്ണ് തിരിച്ചങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. എന്നിട്ട് പൊടി വടിച്ചു കൂട്ടി കൊണ്ടുവന്നിരിക്കുന്നു പറഞ്ഞ് കലക്കി കൊടുക്കാൻ. ഇത് ചൂഷണത്തിന്റെ ഭാഗമല്ലേ? നിങ്ങൾ ആലോചിച്ച് പറ, ഇത് ചൂഷണത്തിന്റെ ഭാഗമല്ലേ? ഈ ചൂഷണം സമൂഹത്തിൽ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? റഈസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് ഉസ്താദിനെ മാത്രമല്ല ഇവർ ആരൊക്കെ ധിക്കരിച്ചു? ഇപ്പൊ ചേരിതിരിവുണ്ടാക്കുക. ഞാൻ പലപ്പോഴും സൂചിപ്പിച്ച ഇത് നോക്ക് നിങ്ങൾ. കേരളത്തിലെ മുസ്ലിങ്ങൾ മുഴുവൻ ബഹുമാനിച്ചിരുന്ന മഹാപുരുഷനാണ് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. ആ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ചിത്രമാണ് തലകുത്തനെ ഇവരെ പ്രസിദ്ധീകരണം കൊടുത്ത് നിങ്ങൾ കണ്ടിരിക്കും പലപ്പോഴും. ശിഹാബ് തങ്ങളെ തലകുത്തനെ ഇതുപോലെ കൊടുത്ത ഒരു പത്രം ഉണ്ടായിട്ടുള്ളൂ. ഇവരെ പത്രം ഒറ്റൊന്ന് മാത്രം, ഇവരെ മാസിക. മലപ്പുറത്തൊക്കെ ഇതിങ്ങനെ തൂങ്ങിക്കിടന്നപ്പോ മനസ്സിങ്ങനെ അടിച്ചു.